ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ അധികവേ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോംഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ നാദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 18-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 17 ശ്ലോകം പറഞ്ഞു കഴിഞ്ഞു. സന്ദർഭം ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം. തൻ്റെ ഗദ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ ആക്രമിക്കാൻ ഹിരണ്യാക്ഷൻ വരികയാണ്. തൻ്റെ കൗമോദകിയുടെ ആ സ്വാദും ചൂടും എന്താണ് എന്ന് ഹിരണ്യാക്ഷനെ മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവാനും നിശ്ചയിച്ചു. പുനർഗതാം സ്വാമാദായ സ്വാം ഗതാം ആദായ സ്വാം ഗതാമാദായ പിന്നീട് തൻ്റെ ഗത എടുത്തിട്ട് ഭഗവാൻ ഭ്രാമയന്തം അഭീഷ്ണശ ചുഴറ്റിക്കൊണ്ട് അപ്യതാവത് ഹരികൃത സംരംഭ ദഷ്ടതച്ഛത വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ഹിരണ്യാക്ഷനെ അപ്യതാവ് എതിരിട്ടു ആക്രമിക്കുകയും ചെയ്തു എന്നർത്ഥം. തതച്ച ഗതയാരാധിം ദക്ഷിണത്യാംബു വിപ്രഭു ആചക്നേ തതുതാം സൗമ്യ ഗതയാ കോപിദോഹനൽ. തതച്ച അനന്തരമാകട്ടെ ച പ്രഭു ഭഗവാൻ അരാധിം ശത്രുവിനെ ദക്ഷിണസ്യാം ഭ്രുവി ബാലത്തെ പുരികം നോക്കിയിട്ട് അടിച്ചു എന്ന് പറയുണ്ടായല്ലോ. ഗതയാ കോപിദോഹനത്. ഏവം ഗതാഭ്യാം കുർവീഭ്യാം മര്യക്ഷോ ഹരിരേവച ജിഗീഷയാ സംരംധാം അന്യോന്യം അഭിജഗ്നതു. ഏവം ഇപ്രകാരം ഗുർവീഭ്യാം ഗതാഭ്യാം ഗുർവീഭ്യാം വലിയ, ഗുരു എന്ന് പറഞ്ഞാൽ വലുതും ലഘു എന്ന് പറഞ്ഞാൽ ചെറുതുമാണെന്നാണല്ലോ പൊതുവെ. അപ്പം അതിന് വന്നതാവണം ഗുർവീഭ്യാം ഗതാഭ്യാം. ഗതയുടെ വിശേഷണമാണ് ഗുർവീഭ്യാം. വലിയ ഗതകളായ ഹിരണ്യാക്ഷൻ്റെയും ഭഗവാന്റെയും 2 കഥകൾ, 2 പേരുടെയും വലിയ കഥകളെ കൊണ്ട് ഗംഭീരമായിരിക്കുന്ന യുദ്ധമുണ്ടായി. ചെറിയ യുദ്ധമല്ല, കാരണം 2 ശക്തന്മാരാണ്. ഹര്യക്ഷ അസുരനും ഹരിയും 2 സാമ്യമുണ്ട് പേരിന്, പക്ഷേ ബാക്കി ഒന്നിനും സാമ്യമല്ലേ. ഇനിയും ഹര്യക്ഷ ഹരിരേവച ഓരോ വാക്ക് സംസ്കൃതത്തിലാണ് അങ്ങനെ ചാതുര്യമുള്ള വാക്കുകളൊന്നും കിട്ടില്ല. ഹര്യക്ഷോ ഹരിരേവച ഹിരണ്യാക്ഷൻ വേറെ രൂപമാണ് ഹര്യക്ഷൻ. ഹര്യക്ഷോ ഹരിരേവച ഹിരണ്യാക്ഷനും ഭഗവാനും ജിഗീഷയാ സുസംരംധാമന്യോന്യം അഭിജഗ്നതു. ജയിച്ച നിമിത്തം മറ്റൊരാളെ കീഴടക്കണം, അപരനെ കീഴടക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് സുസംരംധൗ കോപത്തോടുകൂടി അന്യോന്യം അഭിജഗ്നതു പരസ്പരം യുദ്ധം ചെയ്തു. ഗുർവീഭ്യാം ഗതാഭ്യാം ഹര്യക്ഷോ ഹരിരേവ ജിഗീഷയ സുസംരംധാം അന്യോന്യം അഭിജഗ്നതു. ശരിക്കും ഏകദേശം അന്വയം പോലെ തന്നെ ശ്ലോകം പോലെ തന്നെ അന്വയം വരിക. വലിയ 2 ഗതകളെ കൊണ്ട് ജയിക്കാനുള്ള കാംക്ഷയാൽ 2 കൂട്ടരും യുദ്ധം ചെയ്തു. തയോ പൃശോർത്തിഗ്മഗതാഗതാംഗയോ ഹതാശ്രവഘ്രാണ വിവൃദ്ധമന്യോ മന്യോ. അവിടെ കിയാക്കൂട്ടവും കൂവാക്കൂട്ടവും ഒപ്പുണ്ട്, ഏകാരമുണ്ട്, ഓ എന്നുള്ളതും ഉണ്ടോ. അപ്പോൾ മന്യു എന്ന് പറഞ്ഞാൽ ദേഷ്യം, മന്യോ എന്ന് വായിക്കണം, ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ. മന്യോ, മന്യ പ്ലസ് വ എന്ന് ഓർത്താൽ മതി. കൂവാക്കൂട്ടം വിസ്മരിക്കുക. വ മന്യോ. സംസ്കൃതത്തിലേക്ക് കൂവാക്കൂട്ടവും കിയാക്കൂട്ടവും ഇല്ല. കിയാക്കൂട്ടത്തിന് പകരം യകാരം ചേർത്ത് കൂട്ടക്ഷരം, കൂവാക്കൂട്ടത്തിനോ വകാരം ചേർത്തിട്ട് കൂട്ടക്ഷരം, അത്രയേ ഉള്ളൂ. അപ്പം മന്യോ മന്യോ പ്ലസ് വ മന്യോ എന്ന് വായിക്കണം. വിചിത്രമാർഗാം ചരതോർജിഗീഷയ പിബാതിലായ ഇവ ശുഷ്മിണോർമൃഥ. തിഗ്മഗതാഹതാം തീക്ഷ്ണമായിട്ടുള്ള ഗതകളെ കൊണ്ട്
അടി കിട്ടിയിട്ട് പരസ്പരം അടി കിട്ടി ഇങ്ങോട്ട് കിട്ടുക അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടുക അങ്ങോട്ട് കൊടുക്കുക, തട്ടുക്കുക വീണ്ടും കൊടുക്കുക, അങ്ങനെയുള്ള യുദ്ധമുറകൾ പലതും ഉണ്ടായി. ക്ഷതാസ്രവക്രാണ വിവൃദ്ധമന്യോ, പലർക്കും ശരീരത്തിൽ മുറിവേറ്റു. ഭഗവാൻ ഇപ്പം മുറിവേക്കാൻ പാടില്ല എന്നൊന്നുമില്ല, യുദ്ധമല്ലേ. ഒരാൾ മാത്രം ജയിച്ച യുദ്ധത്തിന് വല്ല രസമുണ്ടോ? അപ്പം രണ്ടു കൂട്ടർക്കും കുറേശ്ശേയൊക്കെ പരിക്ക്, ക്ഷതം ഒക്കെ സംഭവിച്ചു എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ മുറിവേറ്റു. ആഘ്രാണം, രക്തം പങ്കിലമായി, ചോരയൊക്കെ വരാൻ തുടങ്ങി ശരീരത്തിൽ നിന്ന്. മുറികളിൽ നിന്നൊഴുകുന്ന രക്തത്തിൻ്റെ ആ കോപം കൊണ്ട് ഇളായാം, ഇള എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായമാണ്. ഇള, വസുന്ധര, അവനി ഒക്കെ ഭൂമിയുടെ പര്യായ. ഭൂമിക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം? ഭൂമിയെ രക്ഷിക്കാൻ. ഭഗവാന്റെ എല്ലാ ധർമ്മങ്ങളും പോരാട്ടങ്ങളും ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. ഭൂമി നിലനിൽക്കണം, ലോകം നിലനിൽക്കണം, ധർമ്മം നിലനിൽക്കണം. അപ്പോൾ ആ ഭൂമിയെ രക്ഷിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ബൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ദ്രോഹിക്കും. അപ്പം ഇളായാം, ഭൂമിക്ക് വേണ്ടിയിട്ട്, ജിഗീഷയ, ജയേച്ഛയോടുകൂടി, വിചിത്രമാർഗാൻ, പല മാർഗങ്ങളിൽ യുദ്ധം ചെയ്തു, പല രീതികൾ, യുദ്ധമുറകൾ അവലംബിച്ചു. അതായത് വിചിത്രമാർഗാൻ ചരതോ, മാർഗങ്ങളെ അനുഷ്ഠിക്കുന്നവരായിട്ട്, പ്ലൂറിലാണ് രണ്ടാളും. സ്പൃധോ, മത്സരിച്ചിട്ട്, സ്പർദ്ധ എന്ന് പറയുന്നത് എന്നാണ് സ്പൃധോ. തയോ, അവർ തമ്മിലുള്ള, തയോ മൃധ, യുദ്ധം, മൃധ എന്ന് പറഞ്ഞാൽ യുദ്ധം. ഇളായാം ശുഷ്മിണോ ഇവ, പശു നിമിത്തം മതിച്ച കാളകളുടേതുപോലെ. അവിടെ ഇളായ എന്ന് പറയുമ്പോൾ പശു നിമിത്തം എന്നുള്ള അർത്ഥത്തിലാണ് വരണം. ശുഷ്മിണോ, മതിച്ച കാളകളെ പോലെ ശോഭിച്ചു. രണ്ട് കാളകൾ കൊമ്പ് കോർക്കുക ശൈലിയുണ്ട് നമുക്കല്ലേ. പരസ്പരം മത്സരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മത്തെല്ലാം കൊമ്പ് കോർത്തു ഇന്നാളും മറ്റേ ആളെന്ന് പറയും. കാളകളിൽ നിന്ന് വന്നതാണ് ഈ ശൈലി. രണ്ട് കാളകളുടെ കൊമ്പങ്ങനെ പരസ്പരം കൂട്ടിമുട്ടിയിട്ടുള്ള പോലെ കാണപ്പെട്ടു. തയോത്പൃതോർനിഗ്മഗതാഗതം ഗയോ ശതാസ്രവഘ്രാണവിവൃദ്ധമന്യോ, ദേഷ്യങ്ങനെ വന്ന് ചോരങ്ങനെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ് വിജയേച്ഛയോട് കൂടിയിട്ട് പല മാർഗങ്ങൾ, തഞ്ചം നോക്കിയിട്ടും കുനിഞ്ഞിട്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടും വിവിധ യുദ്ധമുറകൾ കൂടി വിചിത്രമാർഗാഞ്ചരതോ ജിഗീഷയ, ജയിക്കാൻ രണ്ടു കൂട്ടർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു കൂട്ടരല്ലേ ജയിക്കാൻ പറ്റൂ. വ്യഭാതിലായ അമിവശിഷ്മിണോർ മൃധ, രണ്ട് കാളകൾ പരസ്പരം കുത്തുകൂടുന്നത് പോലെ, കൊമ്പനാനകൾ കുത്തുകൂടുന്നത് പോലെ എന്നും പറയാം. ദൈത്യസ്തജ്ഞാവയവസ്ഥ്യമായ ഗൃഹീത വാരാഹതനോർ മഹാത്മന കൗരവ്യമക്യാം ഇഷതോർ വിമർദ്ദനം ദിദിക്ഷുരാഗ ഋഷിവിർ പൃതസ്വരാട്ട്. വിതുര എന്ന് വിളിച്ചിട്ട് പറയാം. വിതുര, അത് ചിന്തിക്കേണ്ട യുദ്ധം തന്നെയാണ് കേട്ടോ. കാണേണ്ട യുദ്ധമാണ്, ശരിക്കും കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പറയപ്പെടേണ്ട യുദ്ധമാണ്. എന്താ അത്? ദൈത്യസ്യ, ആസുരനും, യജ്ഞാവയവസ്യ ഭഗവാനും. യജ്ഞാവയവം ആർക്കാണ്ടോ? ഭഗവാന്. യജ്ഞമാകുന്ന അവയവങ്ങളോട് കൂടിയവൻ, യജ്ഞാവയവൻ. ഭഗവാന്റെ വേറൊരു പേര് യജ്ഞാംഗോ, യജ്ഞവാഹന, യജ്ഞഭൃത്, യജ്ഞകൃത്, യജ്ഞീ, യജ്ഞഭുക്, യജ്ഞസാധന, ജ്ഞാന്തകൃത്, യജ്ഞഗുഹ്യമന്നമന്നാദേവശ. യജ്ഞം ചേർത്ത് കുറേ പേരുണ്ട് ഭഗവാൻ സഹസ്രനാമത്തിലൊക്കെ. യജ്ഞസ്വരൂപനാണ്. യജ്ഞമാകുന്ന അംഗത്തോടു കൂടിയവനും ഹിരണ്യാക്ഷനും കൂടിയിട്ട് എന്തുണ്ടായി? മായയാ ഗൃഹീത വരാഹവ തനോ, വരാഹശരീരത്തോടു കൂടി. അവൻ്റെ യഥാർത്ഥ രൂപമല്ല, വരാഹസ്വരൂപമാണ്. മായയാ, മായ കൊണ്ട് എടുക്കപ്പെട്ട സ്വരൂപം, തൻ്റെ യഥാർത്ഥ രൂപമല്ലല്ലോ വരാഹം. മായയാ ഗൃഹീത വരാഹ തനോ, തനോ എന്ന് പറഞ്ഞാൽ ശരീരം, തന്വങ്കി എന്ന് പറയാറുണ്ട്. എന്താ വെച്ചാൽ മെലിഞ്ഞ ശരീരമുള്ളവെന്നാണ്. തന്നു എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ വരിക, മെലിഞ്ഞവൾ. ഇവിടെ ശരീരം എന്നുള്ള അർത്ഥമാണ്.
ഗൃഹീത വാരാഹതനോ, വാരാഹ പ്ലസ് തനു, തനു ശരീരം, വാരാഹ തനു വരാഹ ശരീരം, എടുക്കപ്പെട്ട വരാഹ ശരീരത്തോട് കൂടിയിട്ട് ഭഗവാൻ മഹാത്മന, മഹാത്മാവും ഭൂമിക്ക് വേണ്ടി ദിഷതോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ, രണ്ടാളുടെ ലക്ഷ്യം എന്താ? ഭൂമിയെ സ്വന്താക്കണം. ഒരാളുടെ ഉദ്ദേശം ഭൂമിയെ നശിപ്പിക്കുക, മറ്റൊരാളുടെ ഉദ്ദേശം ഭൂമിയെ ഉദ്ധരിക്കുക. രണ്ടും വ്യത്യാസമുണ്ട്. ഉദ്ദേശം ഭൂമിയെ സ്വന്താക്കലാണെങ്കിലും ഭഗവാൻ ഭൂമിയെ ഉയർത്താനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട്, ഹിരണ്യാക്ഷനോ തോന്നിയത് കാട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം ഭൂമിയെ ചവിട്ടി മെതിച്ച് നശിപ്പിക്കാൻ. പക്ഷേ ഭൂമി കിട്ടണം എന്ന് രണ്ടു കൂട്ടർക്കും ഉണ്ട്. ദിഷതോ മഹ്യാം, മഹ്യ എന്ന് പറഞ്ഞാൽ ഭൂമി, മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് ദിഷതോ വിമർദ്ദന ദിദിക്ഷു, യുദ്ധം കാണാൻ ആഗ്രഹിക്കുന്ന ഒരായിട്ട്, ക്രിയാവിശേഷണം പോലെയാണ്. കാണാൻ ആഗ്രഹിച്ചിട്ട് ആരെത്തി? ബ്രഹ്മാവെത്തി, ഋഷിഭി ഋഷികളെത്തി, ദേവന്മാരെത്തി. ഭഗവാനും അസുരന്മാരും യുദ്ധമുണ്ടാകും, ഇവരൊക്കെ കാണാൻ വരും. അവസാനം ജയിക്കുക ഭഗവാനാണെന്ന് അവർക്കൊക്കെ നല്ല ഉറപ്പുണ്ട്. വേറെ ചില്ലറ ചെറുക്കം മാത്രമേ ഉറപ്പില്ലായുള്ളൂ, ഒന്നേ ഹിരണ്യാക്ഷൻ്റെ കൂട്ടർക്കും. അപ്പോൾ അവർ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് അതിനുണ്ടാവും ചില താല്പര്യങ്ങളില്ലേ, യുദ്ധം കാണുക, അടി കൂടിയിട്ട് രസിക്കുന്ന ആൾക്കാർ, നാരദനൊക്കെ അതിൽ പെട്ടതാണ്. പക്ഷേ നല്ല യുദ്ധമാണ് അദ്ദേഹം ജയിച്ചൊക്കെ അസർമ്മല്യാണ്ടേക്കാനാണ്. ഏഷണിക്കാരനായിട്ടും കലഹപ്രിയനായിട്ടും നാരദനെ പറയരുത്. അകലഹപ്രിയ എന്ന് എവിടെ ഒരു പ്രയോഗം അങ്ങനെയും പറയും, കലഹപ്രിയനല്ല ശരിക്ക്. പക്ഷേ ഏതൊരു കലഹത്തിലാണ് ദുഷ്ടനാശം ഉണ്ടാവുന്നത്, അങ്ങനത്തെ കലഹം ഇഷ്ടമാണ്, കുഴപ്പമില്ലല്ലോ. ദുഷ്ടനാശം അധർമ്മനാശം ഉണ്ടാകുന്ന കലഹം മാത്രമേ നാരദൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടോ അധർമ്മത്തേക്ക് വേണ്ടി ഉള്ള കലഹവും അദ്ദേഹം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. അപ്പം അങ്ങനെ യുദ്ധം കാണാൻ ആഗ്രഹിക്കുന്നവർ ഋഷികളും ബ്രഹ്മാവും ആകാശത്ത് വന്നു. ദൈത്യസ്യ, അതായത് യജ്ഞാവയവസ്യ ദൈത്യസ്യ, ഭഗവാനും അസുരനും തമ്മിൽ മായ കൊണ്ട് വരാഹസ്വരൂപത്തെ എടുത്ത ഭഗവാനും അതിനൊരു വിശേഷണം കൊടുത്തു. ഇതാ ഭഗവാന്റെ പ്രത്യേകത, മായ കൊണ്ട് വരാഹസ്വരൂപത്തെ എടുത്ത ഭഗവാൻ. അദ്ദേഹവും ദൈത്യസ്യ അസുരനും ഗൃഹീത വാരാഹതനോർ മഹാത്മന, ഗൃഹീത വാരാഹതനോ, മായ കൊണ്ട് വരാഹസ്വരൂപത്തെ എടുത്ത ഭഗവാനും കൗരവ്യ വിതുര വിളിക്കുകയാണ് സംബോധന. മഹ്യാം ദിഷതോർ വിമർദ്ദനം ദിദിക്ഷുർ ആഗാത് ഋഷഭി മൃതസ്വരാട്ട്, ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധം കാണാൻ ദിദിക്ഷു കാണാനായിക്കൊണ്ട് ഋഷിമാരും സ്വരാട്ട് ബ്രഹ്മാവും അവിടെ എത്തിച്ചേർന്നു. ആസന്നശൗണ്ടീരം അപേതസംകൃത പ്രതീകാരമഹാര്യ വിക്രമം വിലക്ഷ്യദൈത്യം ഭഗവാൻ സഹസ്ര നിർജഗാത നാരായണമാതിസൂകരം. ആസന്നശൗണ്ടീരം പറഞ്ഞാൽ പ്രതാപത്തോടുകൂടി നിർത്തേയുള്ളൂ, പ്രതാപത്തോടുകൂടി. അപേതസാദ്വസം, അപേതസാദ്വസം ഭയമില്ലാത്തവൻ, സാദ്വസം ഭയം, അഭേദം അതില്ലാത്തത്, ഉപേദം കൂടിയത്, അപേദം ഇല്ലാത്തത്. എന്തില്ലാത്തത്? ഭയം. സാദ്വസം ഭയം, അപേതസാദ്വസം ഭയമില്ലാത്തത്. അപേതസാദ്വസം നിർഭയനും കൃതപ്രതീകാരം, ഒരു പാഠം പഠിപ്പിക്കാൻ നിശ്ചയിച്ചവനും, അഹാര്യവിക്രമം ചെയ്യപ്പെട്ട പ്രതിക്രിയയോടുകൂടിയവൻ എന്നർത്ഥം. ഭഗവാനൊട്ടും വിട്ടുകൊടുക്കണമെന്നില്ല. അങ്ങനെയായിട്ട് അഹാര്യവിക്രമം, അസഖ്യമായ പരാക്രമത്തോടു കൂടിയവനും ആയ ദൈത്യം അസുരനെ വേണ്ടത്ര ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം. ഈ പാമ്പിനെ ചവിട്ടി ദ്രോഹിക്കുന്നിടത്തോളം അതിന് ക്രോധവും ദേഷ്യവും കൂടുതലേ ചെയ്യുക. എന്ന പോലെ ശക്തമായിരിക്കുന്ന യുദ്ധമുറകളുടെ പ്രയോഗം നിമിത്തം അതിക്രോധാലുവായിരിക്കുന്ന, പേടി സമ്മതിക്കുന്നുണ്ടോ വെച്ചാൽ അതുമില്ല, വിടാതെ യുദ്ധം ചെയ്യുന്നു ദൈത്യം അസുരനെ. വിലക്ഷ്യ കണ്ടിട്ട്, നോക്കിയിട്ട്,
ഭഗവാൻ. എങ്ങനത്തെ ഭഗവാൻ? സഹസ്രണി. സഹസ്രണി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിൻ്റെ അർത്ഥം വരിക എത്രയോ അക്ഷോഹിണി പടകളെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആൾ. ഭീഷ്മർക്ക് ഈ വിശേഷണം കാണാം ഭീഷ്മസ്തുതിയിൽ. സഹസ്രണീർ വിമുക്ത സംഘം ആദിപൂരുഷേ. സഹസ്രണി എത്രയോ അക്ഷോഹിണികളുടെ പട, ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും മാനാകുതിരാതേരാൾ, ആ കണക്കൊക്കെ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ പടകളുടെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിവുണ്ട് അത്രേ ഭഗവാന് ഭീഷ്മർക്കും ഉണ്ടെന്ന് പറയണം. ആ സഹസ്രണി എത്ര ആൾ വന്നാലും താനൊരാൾ മതി, എങ്ങനെ വേണമെങ്കിലും നേരിടാൻ കഴിവുള്ളവനും ആയ ഭഗവാൻ. ആദിസൂകരം വരാഹരൂപനായ നാരായണനോട് ജഗാത പറഞ്ഞു. എല്ലാ പേരെയും അടക്കുന്നവനായ ഭഗവാൻ, വരാഹരൂപനായ ജഗാത നാരായണം ആദിസൂകരനായിരിക്കുന്ന നാരായണൻ ഇപ്രകാരം പറഞ്ഞു. സഹസ്രണി, നാരായണ, ആദിസൂകര ഒക്കെ ഭഗവാനുള്ള വിശേഷണമാണ്. ആ ദൈത്യനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്രഹ്മോ വാച. ബ്രഹ്മാവിൻ്റെ വാക്കുകളാണ് ഇനി പറയാൻ പോണത്. ബ്രഹ്മാവാണ് ഈ കഥ പറയണത് കേട്ടോ. അതാണ് ബ്രഹ്മവാച എന്ന് കഥ തുടരുകയാണ്, കണ്ടിന്യൂവേഷൻ. ആരോട്? ദേവന്മാരോടാണ് പറയണത്. ദേവന്മാരാണത് ബ്രഹ്മാവിനെ സമീപിച്ചത് എന്തോ ദുർനിമിത്തവും ശീത സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യേശുവിൻ്റെയും കഥ. അപ്പോൾ ബ്രഹ്മാവ് കഥ തുടർന്നു. ബ്രഹ്മോവാച. അത് വിതുരനോട് മൈത്രേയർ പറയുന്നു, പുനരാഖ്യാനാണ്. ആദ്യം പറഞ്ഞത് ബ്രഹ്മാവാണ്. ദേവദേവാനാം അംഗ്രിമൂലം ഉപേഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അപ്യനാഗസാം. അല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് ബ്രഹ്മദേവൻ. ക്രീഡാതൽപരനായ തേ അങ്ങയുടെ, അങ്ങേക്ക് ഇപ്പോൾ യുദ്ധം വേഗം അങ്ങോട്ട് കഴിയണമെന്നൊന്നുമില്ല, ചെന്ന് നീണ്ടോട്ടെ, ഒരു രസമാണല്ലോ. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു ഭാവം. കാണിച്ചു തരാം എന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുക തന്നെയാണ്. അംഘ്രിമൂലം പാദം, ഉപേയുഷാം പ്രാപിച്ചിരിക്കുന്ന, ദേവാനാം ദേവന്മാർക്കും, വിപ്രാണാം ബ്രാഹ്മണർക്കും വ്യക്തമാണ്. സൗരഭേയീണാം പശുക്കൾക്കും, സൗരഭി പശു, സുരഭി എന്നുള്ള വാക്കുന്നാണ്. സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങൾക്കും, അനാഗസാം അഭി അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും, ആഗസ്കൃത് അപരാധം ആരോപിക്കുന്നവനും, ഭയകൃത് ഭയം ജനിപ്പിക്കുന്നവനും, ദുഷ്കൃത് അപകാരം ചെയ്യുന്നവനും ആയ ഏഷ കണ്ടകാസുര. കണ്ടകാസുരൻ ദ്രോഹി എന്നർത്ഥം. ത്രൈലോക്യകണ്ടകനായ രാവണൻ തന്നെ കൊന്ന് ഭൂമിയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു ദേവന്മാരല്ലേ. അപ്പം കണ്ടകൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ്രോഹി എന്നർത്ഥം. ചുരുക്കം പറയാച്ച ത്രൈലോക്യ കണ്ടകനായ ഇവൻ ദുഷ്ടൻ. അസ്മത് രാധവര, ബ്രഹ്മാവാണോ പറയണത്? ഞങ്ങളിൽ നിന്ന് ലഭിച്ച വരത്തോടുകൂടി. വരം കൊടുത്തു, ബ്രഹ്മാവിനെ ദിവസം ചെയ്തു, ശക്തി നേടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. ഹിരണ്യാക്ഷനെ ദിവസം ചെയ്തു, ഹിരണ്യേശുവിനെ ദിവസം ചെയ്തു. ഹിരണ്യാക്ഷൻ്റെ ദിവസത്തിനെ പറ്റി അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഹിരണ്യേശുവിൻ്റെ ദിവസത്തിനെ പറ്റി വിസ്തരിച്ച് പറയുന്നുണ്ട് നരസിംഹാവതാരത്തിൽ. അങ്ങനെയും വധിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെയും വധിക്കപ്പെടാൻ പാടില്ല. എളും ദിവസമൊക്കെ ചെയ്ത് കുറേ വരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവണം. അപ്പം ഞങ്ങളാൽ ലഭിച്ച വര അഹങ്കാരത്തോടുകൂടി അപ്രതിരതൻ, എതിരാളിയില്ലാത്തവൻ, ആരെയും ലോകത്തിൽ പേടിക്കണ്ട എന്ന അവസ്ഥയെ പ്രാപിച്ചിട്ട് എതിരാളിയെ തിരഞ്ഞുകൊണ്ട് ലോകങ്ങളെ അടത്തി സഞ്ചരിക്കുന്നു. ഭഗവാനെ, ഇവൻ്റെ കയ്യൂക്ക് അത്രയധികമുണ്ട്. വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അപ്യനാഗസാം. ബ്രാഹ്മണർക്കും പശുക്കൾക്കും
സകല ജീവജാലങ്ങൾക്കും അനാഗസാം ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പോയി ദ്രോഹിക്കും. തെറ്റ് ചെയ്തവരെ രക്ഷിക്കുക, കുഴപ്പമില്ല. അതങ്ങനെയില്ല. നിരപരാധികളെയും പശുക്കളെയും ബ്രാഹ്മണരെയും ദ്രോഹിക്കും ഈ ദുഷ്ടൻ. അപ്പം അത്രയധികം ദ്രോഹം ഈ ലോകത്തിൽ ഉണ്ടാക്കുന്നവനായ വിപ്രാണാം സൗരഭേയിണാം ഭൂതാനാം, മൂന്നാൾക്കാരെ ഇവിടെ പറഞ്ഞു. വിപ്രാണാം സൗരഭേയിണാം ഭൂതാനാം, അവർ അനാഗസാം യാതൊരു തെറ്റും ചെയ്യാതെ കണ്ട് തന്നെ അവരെ ദ്രോഹിക്കുക. ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് ആത്മദ്രാർത്ഥ വരോ അസുര. 3 വാക്കുണ്ട് അവിടെ, ഒക്കെ കൃത്തുകളാണ്. സംസ്കൃതത്തിൽ ഈ കൃത്ത് വൃത്ത് ഇങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങളുണ്ട്. വൃത്ത് എന്ന് പറഞ്ഞാൽ ഭരിക്കുക, അതിനെ ഏറ്റുക, അതിനെ ധരിക്കുക. കൃത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ, ക്രിയയിൽ നിന്ന് വന്നതാണ്. ആഗസ്കൃത് ഭയകൃത്, ഭയം ഉണ്ടാക്കണവൻ. ആഗസ്കൃത് എന്ന് പറഞ്ഞാലോ അപരാധം ആരോപിക്കുക, കുറ്റം ചുമത്ത കള്ളക്കേസ് ഉണ്ടാക്കുക. എന്നത്തെ ഭാഷയിൽ പറയാ, ഒരു തെറ്റും ചെയ്യാത്തവരിലെ കള്ളക്കേസ് പറഞ്ഞ്, ഇല്ലാത്ത തെറ്റ് ചൂണ്ടി പറഞ്ഞ് അവനെ ശിക്ഷിക്കുക. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് ഉപദ്രവിക്കുക. നീ അങ്ങനെ ചെയ്തില്ലേ, എങ്ങനെ ചെയ്തില്ലേ, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനാണ് എന്താ പറയുക, ആഗസ്കൃത്. ഇല്ലാത്ത അപരാധം ചുമത്തുക, ഉള്ള അപരാധമല്ല. ഭയകൃത്, ഭയപ്പെടുത്തിയിട്ട്. ദുഷ്കൃത്, ദ്രോഹം ചെയ്യുന്ന ഇവനെ, കണ്ടകാസുര, ഈ ദ്രോഹിയെ എന്തു ചെയ്യണം? അപ്രതിരത, എതിരാളി ഇല്ലാണ്ട് ഇവൻ അഹങ്കരിക്കുകയാണ്. എനിക്കെതിരെ ആരുണ്ട്? ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് ആത്മദ്രാർത്ഥ വരോ അസുര. വാക്കുകൾ ലേശൊരു വിഷമമുള്ളതാണ്. പിന്നെ മെല്ലെ വായിക്കാൻ, സ്പീഡ് കുറച്ചിട്ടേ വായിക്കാൻ. 3 വാക്കുണ്ട്. ആഗസ്കൃത്, നമ്മളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ വാക്കുകളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. വായിക്കാൻ പഠിക്കണമെങ്കിലും വേണം അതിനെ പറ്റിയൊരു അറിവ്. ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത്, 3 കൃത്തുകളാണ്. ആഗസ്കൃത്ത് അപരാധം ചുമത്തുന്നവൻ, ഇല്ലാത്ത അപരാധം കെട്ടിച്ചുമത്തുക, അതിനാണ് ആഗസ്കൃത്ത്. ഭയകൃത്, പേടിപ്പിക്കുന്നവൻ, അറിയാം. കൃത്ത് ഉണ്ടാക്കുക എന്നർത്ഥമാണ്. ദുഷ്കൃത ഉണ്ടാക്കുക. പിന്നെയോ അസ്മത്, അസ്മത് ബ്രഹ്മാവാണ് പറയണത്, ഓർക്കണം. ഞങ്ങൾ കൊടുത്ത വരം മൂലം ആണ്. ആത്മത് ദ്രാധ വരോ അസുര. വാക്കുകൾ എത്രയുണ്ടെന്ന് നോക്കൂ. അസ്മത് ഒരു വാക്ക്, രാധ ലഭിച്ച, വരം അസുര. ഏഷ അസുര അസ്മത് രാധ വരഹ, ഞങ്ങളിൽ നിന്ന് ലഭിച്ച വരത്താൽ, ബ്രഹ്മാവാണ് പറയണത്. ആത്മത് രാധ വരോ അസുര, അയം അസുര ആത്മത് രാധ വര, ഞങ്ങളിൽ നിന്ന് വരങ്ങൾ നേടിയിട്ട് എന്തുണ്ടായി? ഇല്ലാത്തവരിൽ കുറ്റം ചുമത്തുക, ഭയം ജനിപ്പിക്കുക, ദുഷ്കൃത ദ്രോഹിക്കുക. അയം അസുര ആത്മത് രാധവര, വരം നേടിയിട്ട് എന്തുണ്ട് ചെയ്യണു? ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് 3 ഉണ്ടാക്കി തീർക്കണു. ആർക്ക്? നിരപരാധികൾക്ക്. അന്വേഷൻ അപ്രതിരഥോ ലോകാൻ അടതി കണ്ടക, അടതി സഞ്ചരിക്കുന്നു. ദ്രോഹിയായിട്ടുള്ള ഇവൻ ലോകത്തിൽ കൂടെ മുഴുവൻ നടക്കണു. വിപ്രാണാം സൗരഭേയിണാം ഭൂതാനാം അപ്യനാഗസാം, അനാഗസാം നിരപരാധികളായ ബ്രാഹ്മണരെ, പശുക്കളെ, ജീവികൾക്ക്, ഇവർക്ക് ഞങ്ങളിൽ നിന്ന് വരം നേടിയിട്ട് അസ്മത് രാബ്ധ വരഹ, ലഭിച്ച വരം കൊണ്ട്, അനാഗസാം ഭൂതാനാം വിപ്രാണാം, അവർക്കൊക്കെ എന്തുണ്ടാക്കി തീർക്കുന്നു? ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത്,
ഉണ്ടാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഇവനെ കൊല്ലണം എന്ന് പറയുകയാണ്. മൈനം മായാവിനം നൃത്തം നിരങ്കുശമസത്തമം ആ ക്രീഡ ബാലവത് ദേവ യഥാശീവിഷമുത്തിതം ഏ ദേവ. ഭഗവാനെ വിളിക്കുകയാണ്. ബാലവത് കുട്ടിയെ പോലെ, മായാവിനം മായാപ്രയോഗത്തിൽ സമർത്ഥനും, ദൃപ്തം അഹങ്കരിച്ചവനും ആയ, പിന്നെയോ നിരങ്കുശം ആരെയും ഗണിക്കാത്തവനായ ഒരാളെ ഈ ലോകത്തിൽ മൂക്കിന് താഴെയുള്ളവരെയൊക്കെ പുച്ഛം. ചിലർക്ക് അങ്ങനെയാണ്, ആരെ പറഞ്ഞാലും ഒരു പുച്ഛഭാവമാവും ഇല്ലേ. അതാണ് ദുഷ്ടന്മാരുടെ സ്വഭാവം. താൻ മാത്രമേ കേമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഒന്നിനും കൊള്ളാത്തവർ രീതിയിലാണ് ഇവിടെ എന്താ പറയുക, നിരങ്കുശം, എല്ലാവരെയും പുച്ഛം. അസത്തമം ദുഷ്ടനും, സത്തമൻ ഉത്തമൻ, അസത്തമൻ ദുഷ്ടൻ ആയ ഏനം ഇവനെ, ഉത്ഥിതം പടം വിരുത്തിയ ആശീവിഷം യഥാ, പടം വിരുത്തിയ പാമ്പിനെ പോലെ, മാ ആക്രീഡം കളിക്കണ്ട ഭഗവാന്, വേഗം കഥ കഴിച്ചേക്കൂ, ഞങ്ങൾക്കൊക്കെ ഭയമുണ്ട്. പടം വിരുത്തിയ പാമ്പിനെ ഇട്ട് കളിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? കൊല്ലാതെ കളിപ്പിച്ചാൽ പേടിയാണ് എല്ലാവർക്കും ഇല്ലേ. അത് കാണാൻ രസമൊന്നുമല്ല എല്ലാവർക്കും ഉണ്ടാവുക. ഒരു കൊത്തും കൊത്തിയാൽ എവിടേക്കത് ചാടി വരിക പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഈ എതിർക്കണ ആളെ മാത്രം ആവില്ല അത് ഉപദ്രവിക്കുക. കാണാൻ കുറച്ചാൾ നിൽക്കുന്നുണ്ടെന്ന് കൂട്ടുക, അവരെ ആരെങ്കിലും വന്ന് ആക്രമിക്കാം. പാമ്പിനെ അങ്ങനല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഭയത്തിരിക്കണു. പടം വിരുത്തി ചീറ്റുന്ന പാമ്പിനെ എന്ന പോലെ ആശീവിഷം, വിഷം എന്ന് പറഞ്ഞാൽ വിഷം, ആശീവിഷം വിഷമുള്ള ജീവി പാമ്പ്, ഉഗ്രവിഷമുള്ള പാമ്പിനെ പോലെ എല്ലാവരും ഇവനെ ഇപ്പോൾ ഭയക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇവനോട് അധികം കളി വേണമെന്നില്ല, വേഗം കാര്യം തീർക്കുക നല്ലത്. മൈനം മായാവിനം തൃപ്തം അഹങ്കരിച്ചതും മായാപ്രയോഗം അറിയുന്നവനും ആരെയും കണക്കാക്കാത്തവനും ദുഷ്ടനെ, അസത്തമൻ ദുഷ്ടനെ ഒരു കുട്ടി കളിക്കണ പോലെ കളിക്കരുതേ. ആ ക്രീഡ മൈനം മ ഏനം മുറിക്കുമ്പോൾ അങ്ങനെ വരേനം ഇവനെ. മലയാളത്തിലത്തെ ഏനം കെട്ട എന്നുള്ള അർത്ഥമല്ല കേട്ടോ, ഏനം പ്ലീസ് പ്രൊനൗണാണ്. ഇവനെ മാ എന്നാൽ ഡോണ്ട്, അരുതേ. മാ ഏനം ആ ക്രീഡ കളിക്കുക. മാ ഡോണ്ട്, കളി അധികം നീട്ടണം എന്നില്ല, വേഗം അവൻ്റെ കഥ കഴിച്ചാൽ എല്ലാവർക്കും സമാധാനമായല്ലോ. മാ ആ ക്രീഡ ഏനം, മാ ഏനം ആ ക്രീഡ ഇവനെ കളിക്കരുതേ. ന യാവദേശവർദ്ധേത സ്വാം വേളാം പ്രാപ്യദാരുണ സ്വാം ദേവമായാം ആസ്തായ താവജ്യഹമച്യുത. ദാരുണ ഏവ ഭയങ്കരനായ ഇവൻ, ഏഷ ഏവ എന്നല്ല കേട്ടോ, ഏഷ ഈ ഭയങ്കരൻ, സ്വാം വേളാം അവൻ്റെ സമയത്തെ, വേല എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സമയമാണ്, മലയാളത്തിൽ വേലയിറക്കുക, വേല ചെയ്യുക എന്നുള്ള ആ വാക്യ അർത്ഥമല്ല, അതേ അല്ല. വേള എന്നുള്ളത് പറഞ്ഞതാണ് വേള, ആ വേള, ഇത്തരം വേളയിൽ. അതിൻ്റെ വേറൊരു ഭാഷയാണ് വേല. സംസ്കൃതത്തിൽ അകാരോ ഒന്നാണ്. അതുകൊണ്ട് ഇവൻ സ്വാം വേളാം തൻ്റെ സമയത്തെ പ്രാപിച്ചിട്ട് ന യാവത് വർദ്ധേത വർദ്ധിക്കുന്നത് എപ്പോഴോ, താവത് അതിനു മുമ്പേ, സ്വാം മായാം നിന്തിരുവടിയുടെ മായയെ ആസ്തായ സ്വീകരിച്ചിട്ട്, ആഖം പാപനായ ഇവനെ, പാപിയെ വധിക്കണമേ, ജഹി ഹനിക്കണമേ. എന്താ കാരണം? സന്ധ്യ കഴിഞ്ഞാൽ ആസുരന്മാർക്ക് അത്ര ശക്തി കൂടുക. അതുകൊണ്ട് നമ്മൾ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങരുത്, രാത്രി പുറത്തിറങ്ങി നടക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം പണ്ടത്തെ നിയമട്ടോ. ഇപ്പം അതൊക്കെ പറഞ്ഞാൽ നടക്കുമെന്ന് വെച്ചില്ല.
പൊതുവേ രാത്രി നിശാചരന്മാരുടെ സ്ഥലം. നിശാചരൻ രാത്രി സഞ്ചരിക്കുന്നവർ സ്വഭാവമാണത്. രാത്രി എല്ലാവരും വീട്ടിലിരിക്കുക, സഞ്ചരിക്കാതിരിക്കുക പൊതുവേ വേണ്ടൊരു കാര്യമാണ്. പണ്ട് വിളക്കൊളുത്തുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ കയറണം. നേരം വെളിച്ചായി അല്ലെ, വേറെ ഇരുട്ടായി സന്ധ്യയായി, എന്താ വരാത്ത വീട്ടിലൊരു പരിഭ്രമം. പുറത്തൊരാൾ പോയാൽ നേരം വൈകിയ വരാതിരുന്നാൽ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. രാത്രി 10 മണിക്കും 2:30 മണിക്കും എപ്പോൾ വേണമെങ്കിലും ആർക്കും എങ്ങനെയും നടക്കാൻ കയറി വരാം. അതന്നെയാണ് ഇടയ്ക്ക് ചൈനി പൊട്ടിച്ച് ഓടിയെന്നും ആളെ കൊന്നു എന്നും കാശ് തട്ടിപ്പറിച്ചു എന്നും സംഭവം ഉണ്ടാവണം. പകലാശ വ്യത്യാസമല്ലേ? ആകുമ്പോഴും വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ പറയണ ദാരുണ ഏഷ ദാരുണ, ഭയങ്കരനായിരിക്കുന്ന ഇവൻ, അവൻ്റെ സമയമായ സന്ധ്യ വന്നാൽ എന്തുണ്ടാവും? ശക്തി കൂടും. അത് വേണ്ട ഭഗവാനേ. ന വർദ്ധേത, രാത്രി ഇവൻ്റെ ശക്തി വർദ്ധിക്കാൻ അവസരം കൊടുക്കരുതേ. എന്ത് വേണം? താവത് സ്വാം മായാമാസ്തായ, അങ്ങയുടെ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ചിട്ട് ഇവനെ ജഹി വധിച്ചാലും. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.